നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. പല്ലുപുളിപ്പിനുള്ള കാരണങ്ങളും പ്രതിവിധികളുമാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം ഗവൺമെന്റ് അർബൻ ഡെന്റൽ ക്ലിനിക്കിലെ കൺസൾട്ടന്റ് പെരിയോഡന്റിസ്റ്റ് ഡോക്ടർ മണികണ്ഠൻ GR ആണ് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്താണ് ഈ പല്ലുപുളിപ്പ്, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? സാധാരണയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ല് വേദന നമുക്ക് എല്ലാവർക്കും അറിയാം. പല്ല് വേദനയുടെ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ളൊരവസ്ഥയാണ് ഈ പല്ല് പുളിപ്പെന്ന് പറയുന്നത്. നമ്മുടെ പല്ലിനകത്തുള്ള പല്ലിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുറമേക്ക് പല്ലിൻ്റെ പുറത്ത് കാണുന്ന ക്രൗൺ എന്നുള്ളൊരു ഭാഗവും അതിൻ്റെ അകത്ത് വേരല്ലെങ്കിൽ റൂട്ടാണുള്ളത്. അപ്പോൾ ഈ ക്രൗണിനെ മൂടിക്കൊണ്ടുള്ള ഏറ്റവും കട്ടിയുള്ളൊരു പാളിയാണ് ഡെൻ്റൽ ഇനാമൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദന്തകാജം എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ വേരിനെ ആവരണം ചെയ്യുന്ന ഒരു ലെയറാണ് സിമൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ലെയറിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ക്രൗൺ പോർഷനിലും വേരിലും കാണുന്ന രണ്ടാമത്തെ ഒരു പാളിയാണ് ഡെൻറ്റീൻ അല്ലെങ്കിൽ ദന്തവസ്തു എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ആയിട്ട് നമ്മുടെ ഈ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇത് ആദ്യം പെർസീവ് ചെയ്യുന്നത് ഇനാമൽ അല്ലെങ്കിൽ സിമൻറ്റും ആയിരിക്കും. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഇനാമൽ അല്ലെങ്കിൽ സിമൻറ്റത്തിനൊരു തേയ്മാനം വന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ പാളിയായിട്ടുള്ള ഡെൻറ്റീനിലോട്ട് എത്തുന്നത്, അപ്പോൾ ഡെൻറ്റീനിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് അനുഭവവേദ്യമാകുന്ന ആ ഒരു പ്രത്യേക തരം ആ ഒരു അനുഭവത്തിനെയാണ് ശരിക്കും പല്ല് പുളിപ്പ് അല്ലെങ്കിൽ ഡെൻറ്റിനൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ശരീരത്തിലുള്ള ബാക്കിയുള്ള ഭാഗത്തെ അപേക്ഷിച്ച് പല്ലെന്ന് പറയുന്ന കുറച്ചുകൂടി ആ ഒരു നമ്മൾ പറയുന്ന ഒരു സെക്ലൂഡഡ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ സെക്ലൂഡഡ് സ്പേസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്പേസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ പ്രഷർ എന്നുള്ള ഇപ്പം പ്രഷർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചൂടായാലും തണുപ്പായാലും ഇപ്പോൾ വരുന്ന സ്റ്റിമുലസ് ഏതാണെന്നുണ്ടെങ്കിൽ അത് താപമായാലും മർദ്ദമായാലും എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അനുഭവവേദ്യമാകുന്നത് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള ഒരു വേദനയുടെ രൂപത്തിലായിരിക്കും. അങ്ങനെ നമുക്ക് അസഹ്യമായിട്ട് തോന്നുന്ന ഒരു പല്ല് വേദനയുടെ ഒരു തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ പല്ല് പുളിപ്പെന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കാരണങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ തേയ്മാനം തന്നെയാണ്. അതായത് എന്തെങ്കിലും വസ്തുക്കൾ കാരണം നമ്മൾ പല കാര്യങ്ങൾ കാരണം നമ്മുടെ ഈ പറഞ്ഞ ഇനാമൽ അല്ലെങ്കിൽ ഇപ്പോൾ പേരിലാണെന്നുണ്ടെങ്കിൽ സിമൻറ്റത്തിന് തേയ്മാനം വന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള രണ്ടാമത്തെ പാളി എക്സ്പോസ് ആകുമ്പോഴാണ് ഈ പല്ല് പുളിപ്പ് വരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് കാരണങ്ങൾ അതിലേക്ക് നയിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ തെറ്റായിട്ടുള്ള ബ്രഷിംഗ് രീതിയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള ബ്രഷിംഗ് രീതി എന്ന് പറയുമ്പോൾ പല്ല് വെളുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് സമയം ബ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് ഒരു 3 മുതൽ മാക്സിമം ഒരു 5 മിനിറ്റ് വരെയാണ് രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കൂടുതലായിട്ട് ഒരുപാട് സമയം ഒരു 10 മിനിറ്റോളമൊക്കെ സമയമെടുത്ത് ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ബ്രഷ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ദൈനംദിന ഉപയോഗത്തിന് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഇടത്തരം നാരുകളുള്ള വളഞ്ഞ കഴുത്തുകളുള്ള, അതായത് ഫ്ലെക്സിബിൾ നെക്കുള്ള മീഡിയം ബ്രിസിൽസ് ഉള്ള ഒരു ടൂത്ത് ബ്രഷ് വേണം നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ പലപ്പോഴും പലരും ഒരുപാട് പല്ല് വെളുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കട്ടിയുള്ള ഹാർഡ് ബ്രഷ് ഒരുപാട് സമയം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രഷിങ്ങിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് 2 തവണ ബ്രഷ് ചെയ്യുന്നതിന് പകരം ചില ആൾക്കാർക്ക് ഇപ്പോൾ വായുനാറ്റം ഉണ്ടെന്നുള്ളൊരു തോന്നൽ കാരണം ചില ആൾക്കാർ 3-4 പ്രാവശ്യം ഓരോ തവണ ഭക്ഷണം കഴിച്ചിട്ടും ബ്രഷ് ചെയ്യുന്നതായിട്ട് പറയുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 തവണയിൽ കൂടുതൽ ബ്രഷ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ബ്രഷിംഗ് ഫ്രീക്വൻസി കൂടുന്ന വേളയിൽ ബ്രഷിങ്ങിൻ്റെ ഡ്യൂറേഷൻ, അതായത് ഒരു സമയത്ത് തന്നെ ഒരുപാട് സമയം ബ്രഷ് ചെയ്യുന്ന ആൾക്കാരിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി തെറ്റായിട്ട് ഇപ്പോൾ ഇടത്ത് നിന്ന് വലത്തേക്ക് ശക്തിയായിട്ട് ബ്രഷ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് ബ്രഷ് ചെയ്യേണ്ടത് മേൽത്താടിയിലെ പല്ലുകളിലെല്ലാം ഒരു 45 ഡിഗ്രി ഒരു കോൺ കൊടുത്തുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരു സമയം 3 പല്ലുകളിലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും പുറകിലത്തെ പല്ലിൽ നിന്ന് തുടങ്ങിയിട്ട് ഏറ്റവും ഫ്രണ്ടിലത്തെ പല്ലിലോട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കീഴ്ത്താടിയിലാണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ തെറ്റായിട്ടുള്ള ബ്രഷിംഗ് രീതി ഒരു കാരണമാണ്. പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് ഐഡിയലായിട്ട് യൂസ് ചെയ്യേണ്ടത് ക്രീം രൂപത്തിലുള്ള പേസ്റ്റാണ്. പക്ഷേ കൂടുതലായിട്ട് ആൾക്കാർ ജെൽ രൂപത്തിലുള്ള പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ജെൽ രൂപത്തിലുള്ള പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂടുതലായിട്ട് പല്ലിൻ്റെ പ്രതലത്തിന് ഉരവ് സംഭവിപ്പിക്കുന്ന അബ്രേസീവ് ആയിട്ടുള്ള ഘടകങ്ങൾ കൂടുതലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാനുള്ള സോപ്പ് കൊണ്ട് നമുക്ക് തുണി നനയ്ക്കാനുള്ള സോപ്പുണ്ട്. അപ്പോൾ തുണി നനയ്ക്കാനുള്ള സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ശരിക്കും നമ്മൾ ജെൽ രൂപത്തിലുള്ള പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഐഡിയലി നമുക്ക് ഏറ്റവും നമ്മുടെ പല്ലിൻ്റെ ഇതുമായിട്ട് പ്രതലമായിട്ട് കൂടുതലായിട്ട് ഒത്തിണങ്ങി നിൽക്കുന്നതെന്ന് പറയുന്നത് എപ്പോഴും ക്രീം രൂപത്തിലുള്ള പേസ്റ്റാണ്. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള തെറ്റായിട്ടുള്ള ബ്രഷിംഗ് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ദന്തക്ഷയമുണ്ട്. ദന്തക്ഷയത്തിൻ്റെ തീവ്രമായിട്ടുള്ള അവസ്ഥയിലെത്തുമ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ പാളിയായിട്ടുള്ള ഡെൻറ്റീൻ്റെ അങ്ങോട്ടേക്ക് വ്യാപിക്കുന്ന സമയത്ത് അത് പലപ്പോഴും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിട്ടും അത് പുളിപ്പായിട്ട് ഫൈനലി നമുക്കത് പുളിപ്പായിട്ട് തോന്നുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മോണരോഗമാണ്. മോണരോഗം മൂർച്ഛിച്ച ഒരു അവസ്ഥയിലെത്തുമ്പോഴത്തേക്കും അത് മോണപ്പഴുപ്പായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണമായിട്ടും പല്ല് പുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. പിന്നെ മോണരോഗത്തിൻ്റെ തന്നെ ലക്ഷണവും അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തെറ്റായിട്ടുള്ള ഒരു ബ്രഷിംഗ് രീതിയുടെ കൂടി ഫലമായിട്ട് നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ പല പ്രായമായ
പ്രായക്കാരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ചെറുപ്പക്കാരിലാണെന്നുണ്ടെങ്കിലും പലപ്പോഴും പല്ലിൻ്റെ വേര് കൂടുതലായിട്ട് തെളിഞ്ഞ് കാണാറുണ്ട്. അത് നമ്മൾ പല്ലിൻ്റെ നീളം കൂടുതൽ പോലെ, അതായത് ചിരിക്കുമ്പോൾ വേരിൻ്റെ ഒരു ഭാഗം കൂടി തെളിഞ്ഞ് കാണും. നമ്മളിതിനെ പറയുന്നത് മോണയുടെ പിൻവാങ്ങൽ അല്ലെങ്കിൽ ഗം റിസഷൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ അവസ്ഥയിലും നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് തട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വേര് എക്സ്പോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതും പല്ലുപുളിപ്പിലോട്ട് നയിക്കാറുണ്ട്. ഓക്കെ, ഇപ്പം ഒരു നോർമലി ഈ പല്ലുപുളിപ്പ് എത്ര വലിയൊരു അപകടകാരിയാണ്? ഈ പൾപ്പിറ്റിസിലേക്കൊക്കെ ആ അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ അത് എത്ര വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്? തീർച്ചയായിട്ടും പല്ലുപുളിപ്പിന്റെ മറ്റൊരു കാരണം കൂടി നമ്മൾ ഇപ്പോൾ കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് ബ്രക്സിസ്. ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടു ബ്രക്സിസ് നമ്മൾ പറയുന്നത് പല്ലിറുമ്മൽ എന്ന് പറയാറുണ്ട്. അത് കൂടുതലായിട്ട് പകൽ സമയത്തിനേക്കാൾ കൂടുതലായിട്ട് രാത്രിയിലാണ് കാണുന്നത്. പക്ഷേ പകൽ സമയത്തും പല്ല് കടിക്കുന്ന ആൾക്കാരുണ്ട്. അത് ചിലർക്ക് ഇത് ഇൻവോളണ്ടറി ആയിട്ട് അവരറിയാതെ തന്നെ പല്ല് കടിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ വെയിറ്റ് ലിഫ്റ്റേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് ഭാരമൊക്കെ നമ്മൾ ജിമ്മിലൊക്കെ ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി വെയിറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ അറിയാതൊക്കെ നമ്മളതിനെ കടിച്ച് പിടിക്കുന്നു. അപ്പോൾ പല്ലിൽ ഓവറായിട്ട് സ്ട്രെസ് വരുന്ന സമയത്ത് നമുക്ക് അത് തന്നെ നമ്മുടെ അവിടുത്തെ പല്ലിന് മാത്രമല്ല അനുബന്ധമായിട്ടുള്ള പേശികൾക്കൊക്കെ പ്രശ്നം ഉണ്ടാകാനും ഇത് സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പല്ല് ഗ്രൈൻഡ് ചെയ്യുന്ന അവസ്ഥ അത് പല്ലുപുളിപ്പിന് കാരണമാകാറുണ്ട്. അത് പലപ്പോഴും പല്ലുപുളിപ്പിൽ നിന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് പലപ്പോഴും നമ്മൾ ചില കഴുത്ത് വേദനയോ അല്ലെങ്കിൽ തോൾ വേദനയോ ചിലപ്പോൾ ഒരു ബാക്ക് പെയിൻ്റെയൊക്കെ കാരണം കണ്ടെത്തി വരുമ്പോഴത്തേക്കും മറ്റ് എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ സ്പോണ്ടിലൈറ്റിസ് ആണെന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുക. എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നല്ല പറയുന്നത്. ഒരു 90% കേസുകളിൽ മറ്റ് കാരണങ്ങളുണ്ടെങ്കിൽ 10% കേസിൽ നമ്മൾ അൺഡയഗ്നോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു തോൾ വേദനയുടെ അല്ലെങ്കിൽ കഴുത്ത് വേദനയുടെ ഒക്കെ കാരണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ തെറ്റായിട്ടുള്ള ഈ പല്ലുകൾ തമ്മിലുള്ള ബന്ധത്തിലുള്ള ഒരു അപാകതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ലുപുളിപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള പ്രത്യേകിച്ച് ഈ ബ്രക്സിസ് അല്ലെങ്കിൽ പല്ല് ഇറുമ്മലാണ് അതിൻ്റെ ഒരു കാരണമാണെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും തലവേദന നമ്മൾ മൈഗ്രെയിൻ ആണെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ മൈഗ്രെയിൻ്റെ ഒക്കെ ടാബ്ലറ്റ്സ് കഴിച്ചിട്ടും ചിലപ്പോൾ പിന്നെയും അത് വരുന്നുണ്ട്. അപ്പോൾ അതിന് പലപ്പോഴും ഉള്ള അതിൻ്റെ ഒരു റൂട്ട് കോസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പല്ലുകൾ തമ്മിലുള്ള ബന്ധത്തിലുള്ള ഒരു വൈരുദ്ധ്യമായിരിക്കും. നമ്മൾ അതിനെ ഒക്ലൂസൽ ഡിസ്റ്റർബൻസസ് എന്ന് പറയാറുണ്ട്. നോർമലി പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ മേൽത്താടിയിലെ പല്ലുകളും കീഴ്ത്താടിയിലെ പല്ലുകളും തമ്മിൽ ഒരു ആരോഗ്യകരമായിട്ടൊരു ബന്ധം കാത്ത് സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ചില സമയത്ത് നമ്മളിപ്പോൾ ചില ഒരു ക്രൗൺസ് ഒക്കെ ഇപ്പോൾ പല്ലിൽ ഫില്ലിംഗ് വരുമ്പോൾ ചില സമയത്ത് ചിലപ്പോൾ ഓവർ ഹാങ്ങിങ് ഫില്ലിങ്സ് എന്ന് പറയാറുണ്ട്. അത് പല്ല് അടയ്ക്കുന്നത് ചിലപ്പോൾ ഒരു പോയിന്റ് ഹൈ പോയിന്റ് കുറച്ച് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് കടിക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് വരികയും അത് സ്ഥിരമായിട്ട് ആ ഒരു ഘർഷണം വരുന്ന സമയത്ത് അത് പിന്നീട് അത് പുളിപ്പായിട്ട് മാറാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പല്ലുപുളിപ്പ് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നീണ്ടു നിൽക്കുന്ന തലവേദനയിലോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ബാക്ക് പെയിനോ ഷോൾഡർ പെയിനോ നെക്ക് പെയിനോ ആയിട്ടൊക്കെ മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓക്കെ ഡോക്ടർ, ഇതിന് ഏജ് ഉണ്ടോ? ഏതൊക്കെ ഏജിലുള്ളവർക്കാണ് ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട്? സാധാരണയായിട്ട് നമുക്കൊരു പ്രായം ചെല്ലുന്ന ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലായിട്ട് പല്ലിൻ്റെ വേരിൻ്റെ ഭാഗം വെളിവാകുന്നതുകൊണ്ട് ഒരു യങ്ങർ പോപ്പുലേഷൻ അപേക്ഷിച്ച് ഓൾഡർ പോപ്പുലേഷൻ കുറച്ചുകൂടി കൂടുതലായിട്ട് പറയുന്നുണ്ട്. പിന്നെ സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മാനസിക സമ്മർദ്ദം ഇതിനൊരു ഫാക്ടറാണ്. ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നഖം കടിക്കുന്ന ഒരു ശീലമുണ്ട്. ഇപ്പോൾ സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാർ ഇപ്പോൾ നെയിൽ ബൈറ്റിങ് അല്ലെങ്കിൽ നമുക്ക് പല്ലിന് ഏറ്റവും അനാരോഗ്യകരമായിട്ടുള്ളൊരു 4 ശീലങ്ങൾ പറയാറുണ്ട്. നമ്മൾ അതിനെ പറയുന്നത് അട്രീഷൻ, അബ്രേഷൻ, അതുപോലെ ഇപ്പോൾ ഇറോഷൻ ആൻഡ് അബ്ഫ്രാക്ഷൻ എന്ന് പറയാറുണ്ട്. അട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല്ലുകളുടെ അമിതമായിട്ടുള്ള തേയ്മാനമാണ്. അത് സാധാരണയായിട്ട് നമ്മൾ ഒരുപാട് കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പല്ലിൻ്റെ അറ്റം ഭയങ്കര വേൺ ഓഫ് ചെയ്ത് പോകാറുണ്ട്. അതായത് ഭയങ്കര ഒരു പോളിഷ്ഡ് സർഫസ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയൊരു സ്റ്റിമുലസ് തട്ടിയാൽ തന്നെ അത് വലിയ രീതിയിലുള്ള പുളിപ്പായിട്ട് വരാറുണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞാൽ അബ്രേഷൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് ബോബി പിൻ അബ്രേഷൻസ് എന്നൊക്കെ പറയാറുണ്ട്. ചില ആൾക്കാരെങ്കിലും ഈ നമ്മുടെ സേഫ്റ്റി പിന്നൊക്കെ പല്ലുകൊണ്ട് കടിച്ചു തുറക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സോഡയൊക്കെ പൊട്ടിക്കാനാണെങ്കിൽ ഓപ്പണർ യൂസ് ചെയ്യാതെ നമ്മുടെ ഇപ്പോൾ കുപ്പിയുടെ അടപ്പാണെന്നുണ്ടെങ്കിലും ഒക്കെ പല്ല് വെച്ച് തന്നെ കടിച്ച് തുറക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു ശീലം സ്ഥിരമായിട്ട് തുടരുന്ന ആൾക്കാരിലും ആ പല്ലിൻ്റെ ഏറ്റവും ആ ഒരു മാർജിൻസ് ചിപ്പ് ഓഫ് ചെയ്ത് പോകാനും അത് സ്ഥിരമായിട്ടിരുന്ന സമയത്ത് അത് പല്ലുപുളിപ്പിലോട്ട് നയിക്കാറുണ്ട്. മറ്റൊന്ന് ഇറോഷനാണ്. ഇറോഷൻ 2 രീതിയിൽ സംഭവിക്കാറുണ്ട്. ഒന്ന് സാധാരണ ഒരു ഫിസിയോളജിക്കൽ ഇറോഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഗർഭിണികളാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമുക്കറിയാം ചിലർക്ക് മോർണിംഗ് സിക്നസ് ഉണ്ട്. അപ്പോൾ രാവിലെ ഈ വൊമിറ്റിങ്ങിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് ആമാശയ രസങ്ങളൊക്കെ തന്നെ ഈ വായിലോട്ട് തങ്ങി നിൽക്കാനും അത് കാരണം പല്ലിൻ്റെ ഉൾഭാഗം പ്രത്യേകിച്ച് മേൽത്താടിയിലെ പല്ലുകളൊക്കെ ഉൾഭാഗം നന്നായിട്ട് ദ്രവിക്കാൻ കാരണമാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇറോഷൻ സംഭവിക്കുന്ന സമയത്ത് അതും ഈ പല്ലുപുളിപ്പിലോട്ട് നയിക്കാറുണ്ട്. മറ്റൊന്ന് നമ്മൾ ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സിൻ്റെയും അതോടൊപ്പം തന്നെ അസിഡിക് ആയിട്ടുള്ള ഫുഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. ഇപ്പോൾ കോള സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരിടയ്ക്കൊക്കെ ട്രെൻഡിങ് ആയിരുന്നു ഈ ഫുൾ ജാർ സോഡ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സോഡ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസിഡിക് ആയിട്ടുള്ള ബിവറേജസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഓറഞ്ച് പോലെയുള്ള സിട്രസ് വിഭാഗത്തിൽപ്പെട്ട ഫ്രൂട്ട്സ് ഒക്കെ സ്ഥിരമായിട്ട് ആ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂറിന് ശേഷം കൃത്യമായിട്ട് വായൊന്ന് കഴുകാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉടനെ കഴുകിയാലും പ്രശ്നമാണ്. നമ്മളിത് കഴിച്ച് കഴിഞ്ഞ് ഉടനെ നമ്മൾ ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട്
നോർമലി ഉള്ള ആദ്യത്തെ ഒരു അരമണിക്കൂർ നമ്മുടെ ബോഡി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ ഒന്ന് ഈ pH-നെ ഒന്ന് അസിഡിക് ആയിട്ടുള്ള ഈ അമ്ലമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ ക്ഷാരത്തിലോട്ട് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ബോഡി തന്നെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിനെയും ഒരു തടസ്സപ്പെടുത്താറുണ്ട്. അപ്പോൾ അരമണിക്കൂർ ഇത്തരത്തിലുള്ള അസിഡിക് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വായ കഴുകേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പിക്കിൾസ് അതുപോലെയുള്ള അസിഡിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഉപയോഗവും ഗണ്യമായിട്ട് കുറയ്ക്കുക. നാലാമത്തെ ഒന്നെന്ന് പറയുന്നത് അപ്ഫ്രാക്ഷനാണ്. അത് പല സമയത്തും നമുക്ക് ചില സമയത്ത് ഓവറായിട്ട് ഈ ബ്രക്സിസോ ഒരു കാരണമായിട്ട് വെഡ്ജ് പോലെ ഒരു ചെറിയ ആപ്പ് പോലെയുള്ള ഒരു ഡിഫക്റ്റ് നമുക്ക് പല്ലിൻ്റെ വേരും ക്രൗണും തമ്മിലുള്ള ഒരു പോർഷനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ തെറ്റായിട്ടുള്ള പല ശീലങ്ങളുമാണ് ഈ ഒരു പല്ല് പുളിപ്പിനെ കൂടുതലായിട്ട് തീവ്രമായിട്ടുള്ള അവസ്ഥയിലോട്ട് നയിക്കുന്നത്. ഓക്കെ, ഇപ്പം ഡോക്ടർ എല്ലാവർക്കും പെട്ടെന്ന് ഇത് തിരിച്ചറിയാൻ സാധിക്കുമോ? എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണയായിട്ട് ഉണ്ടാവാറ്? അത് ഇപ്പോൾ ചില ആളുകൾ സ്വയം ചികിത്സ നടത്താറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാക്സിമം എത്രത്തോളം ഒഴിവാക്കേണ്ടതുണ്ട്? എപ്പോഴാണ് ഡോക്ടറിലേക്ക് എത്തേണ്ടത്? തീർച്ചയായിട്ടും നമ്മളൊരു പല്ല് പുളിപ്പ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലോട്ട് ആദ്യം പോകാറില്ല. ഇപ്പോൾ സ്വയം ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചില പേസ്റ്റുകളൊക്കെ മാറ്റി ഉപയോഗിക്കുക. അത് നമ്മൾ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഒരു മൈൽഡ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത്തരത്തിലുള്ള പേസ്റ്റുകൾ തന്നെയാണ് ആദ്യം നിർദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ പറയുന്നത് ഡീസെൻസിറ്റൈസേഴ്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഒപ്റ്റൻഡൻസ് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഡെൻറ്റീൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഈ ഒരു പാളിയിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു ശൃംഖലയാണ് അവിടെ ഉള്ളത്. നമ്മൾ അതിന് ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ്, എസ് ആകൃതിയിലുള്ള ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ് ആണ്. അപ്പോൾ ഈ നേരത്തെ ട്യൂബ്യൂളിൻ്റെ അകത്തേക്കാണ് അതിനകത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള രക്തക്കുഴലുകളും അതുപോലെ തന്നെ നമ്മുടെ നാഡികളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഉദ്ദീപനം എത്തുന്ന സമയത്താണ് നമുക്കതൊരു പുളിപ്പായിട്ട് അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ നാരോ ആയിട്ടുള്ള ചെറിയ സുഷിരങ്ങളെ അടയ്ക്കാൻ പാകത്തിനുള്ള ചില രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള പേസ്റ്റുകളെയാണ് നമ്മൾ ഡീസെൻസിറ്റൈസേഴ്സ് എന്നുള്ള ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പൊട്ടാസ്യം നൈട്രേറ്റ് പോലെയുള്ളത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ നൊവാമിൻ പോലെയുള്ള ചില രാസവസ്തുക്കളാണ് സാധാരണയായിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്തരം പേസ്റ്റുകൾ ഒരു 3 മാസമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ മൃദുവായിട്ടുള്ള വളരെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ഒരു ഡെന്റിനൽ സെൻസിറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ശമനം ലഭിക്കും. പിന്നെ നമ്മൾ നോർമലി ബ്രഷ് ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് ഈ പേസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യത്യസ്ത കൂടി പേഷ്യന്റിനോട് നിർദ്ദേശിക്കാറുണ്ട്. സാധാരണ നമ്മൾ ബ്രഷിൽ പേസ്റ്റ് എടുത്ത് പുരട്ടുന്നതിന് വരെ ലേപനങ്ങൾ പുരട്ടുന്നത് പോലെ, ഓയിൻമെന്റുകൾ അപ്ലൈ ചെയ്യുന്നത് പോലെ ഡീസെൻസിറ്റൈസിങ് പേസ്റ്റ് ഒരു 3 മുതൽ 5 മിനിറ്റ് സമയം ഏറ്റവും കൂടുതൽ പുളിപ്പ് അനുഭവപ്പെടുന്ന പല്ലിൻ്റെ എല്ലാ പ്രതലത്തിലും പുരട്ടിയതിന് ശേഷം നമ്മുടെ ടൂത്ത് ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും പതപ്പിച്ച് ഈ ഒരു പേസ്റ്റ് കൊണ്ട് ബ്രഷ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഈ പറഞ്ഞ ട്യൂബ്യൂളിൻ്റെ അകത്തേക്ക് ആ പേസ്റ്റ് അകത്തേക്ക് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് പോകാനായിട്ട് വളരെ നല്ലത്. അപ്പോൾ നോർമലായിട്ട് ബ്രഷ് ചെയ്യുന്നതിന് പകരം ഒരു ഓയിൻമെൻറ്റ് പോലെ ഇത് പുരട്ടിയതിന് ശേഷം ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിൻ്റെ റിസൾട്ട് കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെയും തുടരുന്ന കേസുകളിൽ നമ്മുടെ തേയ്മാനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല്ലിൻ്റെ ആ ഒരു തേയ്മാനം അടച്ചെടുക്കാറുണ്ട്. നമുക്ക് നോർമലി ആയിട്ട് പല്ലിൻ്റെ നിറത്തിലുള്ള ഗ്ലാസ് സയനോമർ എന്നുള്ള രീതിയിലുള്ള ഫില്ലിങ്സ് അല്ലെങ്കിൽ ഡെന്റൽ കോമ്പോസിറ്റ് പോലെയുള്ള ചില പദാർത്ഥങ്ങൾ കൊണ്ട് നമ്മൾ പല്ല് അടച്ചെടുക്കാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു പല്ലിൻ്റെ ഇപ്പോൾ പോടാണ്, ദന്തക്ഷയമാണ് അതിൻ്റെ കാരണമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫില്ലിങ്സ് കൊടുക്കാറുണ്ട്. ചില കേസുകളിൽ നമുക്ക് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചില ഫില്ലിങ്സിലുള്ള അപാകതകളായിരിക്കും, അതായത് ഒരു ഏറ്റക്കുറച്ചിലുണ്ട്. അപ്പോൾ ആ ഫില്ലിങ്സിൻ്റെ എവിടെയെങ്കിലും ഓവർ ഹാങ്ങിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുമ്പോൾ ഒരു ഏറിയ പങ്ക് ഈ പറഞ്ഞ പല്ല് പൊളിപ്പ് മാറാറുണ്ട്. ഏറ്റവും തീവ്രമായിട്ടുള്ള അവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല്ലിൻ്റെ വേര് വരെ അവിടുത്തെ അണുബാധ നീക്കം ചെയ്തുകൊണ്ട് അണുവിമുക്തമാക്കിക്കൊണ്ട് പല്ലിൻ്റെ വേര് വരെ അടച്ചെടുക്കാവുന്ന ജൈവ സൗഹാർദ്ദപരമായ ഗട്ടാപർച്ച എന്ന് പറയുന്ന ഒരു വസ്തു കൊണ്ട് അടച്ചെടുക്കുന്ന റൂട്ട് കനാൽ ചികിത്സയും ചെയ്തു പോരാറുണ്ട്. ശരി ഡോക്ടർ, മറ്റ് സംശയങ്ങളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ക്യൂ തുടരുന്നു. ഡോക്ടർ, ഇതിന്റെ ചികിത്സയിലേക്ക് കടന്നാൽ ഓരോ ഏജിലുള്ള ആളുകൾക്കും വ്യത്യസ്ത ചികിത്സകളാണോ? ഏത് സ്റ്റേജിലാണ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എന്തൊക്കെ ചികിത്സകളാണ് പല്ലുപുളിപ്പിന്? തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ഫസ്റ്റ് കൊടുക്കുന്നത് ഡീസെൻസിറ്റൈസിങ് പേസ്റ്റ് ആണ്. അപ്പോൾ അത് കൊടുത്തിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു മൈനർ ഫില്ലിങ്സ് ഒക്കെ കൊടുത്തു നോക്കും. കുറച്ചുകൂടി അഡ്വാൻസ് ഏതാണ് കാരണമെന്ന് കണ്ടെത്തി അതിന് അനുയോജ്യമായിട്ടുള്ള ചികിത്സകളാണ് നിർദ്ദേശിക്കുക. ഇപ്പോൾ മോണരോഗമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോണരോഗത്തിൻ്റെ ഒരു പ്രാരംഭ ദശയിൽ നമ്മൾ പല്ലൊന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടുത്തെ അഴുക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് മോണ കുറച്ചുകൂടി ഹീലായിട്ട് വരുന്ന സമയത്ത് അത് നോർമലി കുറേയൊക്കെ മാറി വരാറുണ്ട്. കുറച്ചുകൂടി തീവ്രതയേറിയ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ മോണ മരവിപ്പിച്ചിട്ട് ചെയ്യുന്ന ഫ്ലാപ്പ് സർജറി ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോണരോഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ തെറ്റായിട്ടുള്ള ബ്രഷിംഗ് രീതിയുടെയും കൂടെ ഒരു ലക്ഷണമായിട്ട് മോണയുടെ പിൻവാങ്ങൽ അല്ലെങ്കിൽ വേര് കൂടുതലായിട്ട് തെളിഞ്ഞു കാണുന്ന അവസ്ഥയുണ്ട്. അതിന് 2 രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഒന്ന് നോർമലായിട്ട് നമ്മൾ പല്ലിൻ്റെ തൊട്ടടുത്തുള്ള ആരോഗ്യമുള്ള മറ്റൊരു പല്ലിൽ നിന്നോ അല്ലെങ്കിൽ അണ്ണാക്കിൽ നിന്നോ മോണയുടെ തന്നെ മറ്റൊരു ദശ അതിലേക്ക് സന്നിവേശിപ്പിച്ചെടുക്കുന്ന മ്യൂക്കോ ജിഞ്ചൈവൽ സർജറി അല്ലെങ്കിൽ ഗം ഗ്രാഫ്റ്റിംഗ് സർജറീസ് ലഭ്യമായിട്ടുണ്ട്. ചില കേസുകളിൽ നമ്മൾ ഗം വെനീർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്തിനെ അടച്ചെടുക്കുന്ന രീതിയിലുള്ള ഫില്ലിങ്സ് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൊടുക്കാറുണ്ട്. മറ്റൊരു മെക്കാനിസം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പല്ല് ഇറുമ്മലാണ്. അപ്പോൾ പല്ല് ഇറുമ്മൽ പരിഹരിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക്
രാത്രിയിലും പകൽ സമയത്തും കൂടുതലായിട്ട് ധരിക്കാവുന്ന തരത്തിലുള്ള സോഫ്റ്റ് സ്പ്ലിൻസ് ഉണ്ട്. സ്പ്ലിൻസ് എന്ന് പറഞ്ഞാൽ വളരെ സുതാര്യമായിട്ടുള്ള വളരെ സിലിക്കോൺ നിർമ്മിതമായിട്ടുള്ള ട്രേസ് പോലത്തെ സാധനമാണ്. അത് രാത്രിയിൽ നമ്മളിത് ഈ വായിലും മേൽത്താടിയിലും കീഴ്ത്താടിയിലും ധരിച്ചു കഴിഞ്ഞാൽ പല്ലുകൾ തമ്മിൽ ഓവറായിട്ട് ഒരസാതെ പല്ല് ഇറുമ്പുന്ന ശീലം വിടുവിക്കാനായിട്ട് ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് കൊടുക്കുന്നതാണ് ഈ സോഫ്റ്റ് സ്പ്ലിൻ. എടുത്തു കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കും? ഇത് പൂർണ്ണമായിട്ട് മാറുന്ന പ്രശ്നം തന്നെയല്ലേ? തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും മാറുന്ന ഒന്ന് തന്നെയാണ്. കാരണം കണ്ടെത്താതെ നമ്മൾ ബ്ലൈൻഡായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ലഭിക്കാത്തത്. ഇപ്പം ബ്രക്സിസ് ഉള്ള ഒരാളിന് നമ്മൾ നോർമലി പല്ല് അടച്ചുകൊണ്ടിരിക്കുന്നു, അയാൾ പിന്നെയും പല്ല് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പല്ല് അടയ്ക്കാന്നല്ലാതെ നമുക്ക് ഇതിന് ശാശ്വതമായിട്ട് ശമനം ലഭിക്കുന്നില്ല. അപ്പോൾ കാര്യം എന്താണെന്ന് കണ്ടെത്തി പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിന് അടച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനെ പരിഹരിച്ചെടുക്കാൻ സാധിക്കും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൂറൈഡ് തെറാപ്പി പറയാറുണ്ട്. ടോപ്പിക്കൽ ഫ്ലൂറൈഡ് ജെൽ ഉപയോഗിച്ചുകൊണ്ട് പല്ലിൻ്റെ പ്രതലത്തിലോട്ട് കടത്തിവിടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ടോപ്പിക്കൽ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ. മറ്റൊന്ന് അയൻഡോഫോറസിസ് ചികിത്സയാണ്. അയൻഡോഫോറസിസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ചില ജെല്ലുകൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ പറഞ്ഞ ഡെന്റിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ഒരു 2-3 സിറ്റിംഗ് ഒരു നിശ്ചിതമായിട്ടുള്ള ഓരോ ആഴ്ച ഗ്യാപ്പിൽ 2-3 സിറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഫലമായിട്ടും ഈ ഒരു പല്ല് പൊളിപ്പ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റൊന്ന് ഏറ്റവും പുതുതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡെന്റൽ ലേസേഴ്സ്, ഹാർട്ട് ടിഷ്യൂ ലേസേഴ്സ് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഡെന്റിനൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് കാരണമെന്ന് കണ്ടെത്തി കൃത്യമായിട്ട് പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചില ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും പല്ല് പൊളിപ്പ് ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഹാർട്ട് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആസ്പിറിനൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ നാവിൻ്റെ അടിയിലിട്ടത് ഒരു ച്യൂവബിൾ ഫോമിലുള്ള ടാബ്ലറ്റ്സ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അസിഡിക് ആയിട്ടുള്ള pH ഉള്ള ടാബ്ലറ്റാണ് ആസ്പിറിൻ എന്ന് പറയുന്നത്. നമ്മൾ ചില കേസുകളിൽ ഇപ്പോൾ ഈ വൈറ്റമിൻ സി കുറവുള്ള ആൾക്കാരിലൊക്കെ ഇപ്പം മോണയ്ക്ക് തന്നെ പ്രശ്നമുള്ള ആൾക്കാരിലൊക്കെ ച്യൂവബിൾ ഫോം ലിംസി പോലെയുള്ള ച്യൂവബിൾ ആയിട്ടുള്ള വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് വൈറ്റമിൻ സിയോ അല്ലെങ്കിൽ ആസ്പിറിൻ പോലെയുള്ള ഗുളികകൾ നമ്മൾ ഈ ചവച്ചരയ്ക്കുന്ന ആൾക്കാരിലും ഈ ഒരു അസിഡിറ്റി കാരണം പല്ല് ദ്രവിക്കാനും ചൂടുവെള്ളം കുടിക്കുമ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ആളുകളില്ലേ? അപ്പൊ ആ സമയത്ത് അങ്ങനെയുള്ളവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള അസിഡിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ അച്ചാർ പോലെയുള്ള അല്ലെങ്കിൽ കാർബണേറ്റഡ് ആയിട്ടുള്ള പാനീയങ്ങളുടെ ഉപയോഗം മിതപ്പെടുത്തുക, കുറയ്ക്കാൻ പറ്റാത്ത ആൾക്കാർ മിതപ്പെടുത്തുക. അത് ഉപയോഗിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഒരു ഇടവേളകളിൽ വായ വൃത്തിയായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ കഴിവത് സോഫ്റ്റ് ബ്രഷുകൾ ഉപയോഗിക്കുക. ഒരുപാട് ഈ പറഞ്ഞ ഓക്സലേറ്റുകൾ അടങ്ങിയിട്ടുള്ള ഫുഡ് വളരെ നല്ലതാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് വൃക്ക രോഗികൾ കുറച്ച് സൂക്ഷിച്ച് വേണം കഴിക്കാനായിട്ട്. വൃക്ക രോഗികൾക്ക് ഓക്സലേറ്റിന് നിയന്ത്രണമുണ്ട്. അപ്പോൾ അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തന്നെ ഇടയ്ക്കൊക്കെ ഈ നമ്മുടെ ചീരയോ അല്ലെങ്കിൽ വാഴപ്പഴ പോലെയുള്ള സ്പിനാച്ച്, ബനാന പോലെയുള്ള അതിലൊക്കെ ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്സലേറ്റ് അടങ്ങിയ ഫുഡ് കുറച്ചുകൂടി സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഭക്ഷണ രീതിയിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളതും അധികം ചൂടും അസിഡിക്കും ആയിട്ടുള്ള ഈ ഒരു ആസിഡിൻ്റെ അംശമുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പ്രോബയോട്ടിക് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ തൈരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് സമീകൃത ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് തീർച്ചയായിട്ടും കഴിക്കാം. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക്, അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കഴിക്കാം. പക്ഷേ അതിൻ്റെ ഉപയോഗം മിതപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെറിയൊരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ പല്ലുപുളിപ്പിലൂടെ മറ്റെന്തെങ്കിലും രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ? പല്ല് പൊളിപ്പ് മൂർച്ഛിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് തന്നെ നമ്മൾ ചികിത്സിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോണരോഗത്തിൻ്റെ ഒരു ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചികിത്സിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി തേയ്മാനം വന്നിട്ട് ആ തേയ്മാനം കാരണം തന്നെ പല്ലുകൾ പൊടിഞ്ഞു പോകാനും, പിന്നെ നമുക്ക് ചില ആൾക്കാരിൽ ജന്മന തന്നെ പല്ലിൻ്റെ ആ ഒരു സാന്ദ്രത കുറവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ആ ഒരു ഇനാമൽ ബ്രിട്ടിലായിട്ട് വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഡെന്റിനോജനസിസ് ഇംപെർഫെക്റ്റ, അമിലോജൻസ് ഇംപെർഫെക്റ്റ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് സാന്ദ്രത വളരെ കുറവാണ്. പിന്നെ വൈറ്റമിൻ ഡി കുറവുള്ള ആൾക്കാർ, കാൽഷ്യം കുറവുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ പല്ല് പൊളിപ്പുള്ള ആൾക്കാർ കുറച്ചുകൂടി ബ്രിട്ടിലായിട്ടുള്ള കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് അത് നമ്മൾ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ പല്ല് പൊടിഞ്ഞു പോകാനും വളരെ ചെറുപ്പത്തിൽ തന്നെ പല്ലുകൾക്ക് കൂടുതലായിട്ട് ഫ്രാക്ചർ വരാനും കാരണമാണ്. അപ്പോൾ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ ഈ പല്ല് പൊളിപ്പ് കുറച്ചുകൂടി അധികരിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഇത് കണ്ടെത്തി അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്തി പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത് തടയാനായിട്ട് സാധിക്കും. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ. ഇത്രയും സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന്. വീണ്ടും കാണാം. താങ്ക് യു. നമസ്കാരം. ഡോക്ടർ ക്യൂ പൂർണ്ണമാവുന്നു. നമസ്കാരം.